എല്ലാവർക്കും ഇന്നത്തെ രാശിവിശേഷത്തിലേക്ക് സ്വാഗതം. 1201 ചിങ്ങമാറ് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശുക്രനെ പ്രതിനിധീകരിക്കുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ ഈ ശുക്രാചാര്യർ എന്ന് പറഞ്ഞാൽ അസുരഗുരുവാണ്, സകലകലാവല്ലഭനാണ്. അതുകൊണ്ട് ഇന്ന് ശുക്രനെ ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ ശുഭകരമായ ദിവസമാണ്. കല്യാണത്തിൻ്റെ കാര്യമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ശുഭകരമായി മുമ്പോട്ട് നീങ്ങുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വീട് പണി, വാഹനം വിൽക്കുക, വാങ്ങുക ഒക്കെ ചെയ്യാനായിട്ട് ഈ ശുക്രവാർ എന്ന് പറയുന്ന ഈ വെള്ളിയാഴ്ച വളരെ ഗുണപ്രദമായ ഒരു ദിവസമാണ്. നമ്മൾക്ക് ഇന്നത്തെ പൊതുവായൊരു കാര്യം എന്തെന്നാൽ നമ്മൾ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കണം. അലസതയും മടിയും നമ്മളെ നശിപ്പിക്കും. കുടികെടുത്തും കൂടിയോരെ ചതിക്കും എന്ന് പറഞ്ഞ പോലെ മദ്യപാനം അവരവരെയും അതേപോലെ തന്നെ കൂടുന്നവരെയും നശിപ്പിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ മടിയും അങ്ങനെയാണ്. മടി കുടികെടുത്തും കൂടിയോരെ ചതിക്കും. മടിയന്മാരുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും മടിയെല്ലാം കളഞ്ഞ് അവരവരുടേതായ രീതിയിൽ അവരവരുടെ കഴിവനുസരിച്ച് അധ്വാനിച്ച് മുൻപോട്ട് പോകണം. ഇന്നത്തെ രാശിഫലം പരിശോധിക്കാം. ഇന്ന് മേടക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ഭംഗിയായി നടത്താനായിട്ട് സാധിക്കും. പ്രാസംഗികർക്കും അതേപോലെ റിപ്പോർട്ടർമാർക്ക് അല്ലെങ്കിൽ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. എഴുത്തുകാർക്കും നല്ല ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് താരതമ്യേന വളരെ നല്ല ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഷെയർ അങ്ങനെയുള്ളിടത്തൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ പരാജയം അനുഭവിച്ചേക്കാം. എന്നാലും അത് വൈകുന്നേരത്തോടു കൂടി അതിനെല്ലാം ഒരു ശുഭഫലം കാണുന്നു. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ കൈവരുന്നതാണ്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ രാശിഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. ദോഷഫലം കുറഞ്ഞിരിക്കും. എങ്കിലും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടാനുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ്. വൈദ്യസഹായം ലഭിക്കുന്നതാണ്. ഉത്തമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ്. എന്നാൽ ഉത്തമമല്ലാത്ത നിഗൂഢമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ സന്താനങ്ങളെ കൊണ്ടും കുടുംബാംഗങ്ങളെ കൊണ്ടുമൊക്കെ സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന് നല്ല ദിവസമായിരിക്കും. പ്രത്യേകിച്ച് വാഹനം വിൽക്കുവാനും വാങ്ങുവാനുമൊക്കെ നല്ല ഒരു ദിവസമായിരിക്കും. അടുത്തതായി മിഥുനക്കൂറുകാരുടെ രാശിഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. കുറച്ച് ദിവസം കൊണ്ട് അനുഭവപ്പെടുന്ന ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ ശമനം ലഭിക്കും. ഉത്തമ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും തുടങ്ങുവാനുമൊക്കെ ഉള്ളൊരു നല്ല ദിവസമായിരിക്കും. നല്ല ആൾക്കാരെ കണ്ടുമുട്ടാനും വലിയ സഹായികളെ തേടിപ്പിടിക്കാനുമൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഉല്ലാസയാത്രയ്ക്കും മറ്റും ഇന്ന് സാധ്യത കാണുന്നു. അതേപോലെ സാമ്പത്തികമായി താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇത്. അതുകൂടാതെ ഏതെങ്കിലും സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ലാഭകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കർക്കിടക രാശിക്കാരുടെ കൂറുഫലമാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കുന്നത്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. ഇന്ന് കളികളിൽ ഏർപ്പെടുന്നവർക്ക്, സ്പോർട്സുകാർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. മദ്യപാനാസക്തിയുള്ളവർക്ക് വളരെ അപകടകരമായൊരു ദിവസമായിരിക്കും.
അതേപോലെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച വിവാഹാദി കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രണയകാര്യങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ ഒരു സാഫല്യം വരുന്ന ഒരു ദിവസമായിരിക്കും. കലാ ആസ്വാദനത്തിനുള്ള ഒരു ദിവസമാണ്. കലാകാരന്മാർക്കും അതേപോലെ സിനിമ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ചില ക്ലേശങ്ങൾ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തായി നമുക്ക് ചിങ്ങരാശിയുടെ ഫലം പരിശോധിക്കാം. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ രാശിക്കാർക്ക് താരതമ്യേന ദോഷഫലം ഏറിയിരിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ തിരക്ക് മൂലം നഷ്ടങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ധനനഷ്ടമാണ് പ്രധാനമായും വരിക. മാനസിക പ്രയാസത്തിനും ഇടയുണ്ട്. മറ്റു ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മറ്റു ചില എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മേഖലകളാണ്. അവർക്ക് ശാരീരികമായും മാനസികമായും ഒക്കെ ക്ലേശങ്ങൾ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കിയാൽ കാര്യങ്ങൾ സുഗമമായും നീങ്ങുന്നതാണ്. ആഹാര കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം വയറിന് അസുഖമുണ്ടാക്കുന്നതാണ്. ഉദരരോഗം, ശാരീരിക ക്ലേശങ്ങൾ എല്ലാം ഭക്ഷ്യ വിഷബാധയൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. ശുദ്ധിയും വൃത്തിയുമുള്ളിടത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമിത്. ഭാവി ജീവിതത്തിലേക്ക് പടുത്തുയർത്തുന്ന പദ്ധതികളെല്ലാം സഫലീകരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് എന്ന്. എന്നാൽ ചില ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെന്ന്. കുറേ നാളുകളായി ഉണ്ടായിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവർക്ക് ലാഭവും അല്ലാത്തവർക്ക് നഷ്ടവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഓരോ കർമ്മവും നമ്മുടെ കർമ്മഫലത്തിൻ്റെ സിദ്ധമാണ്. അതുകൊണ്ട് ഒരു കർമ്മത്തെയും വിമർശിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ തൊഴിൽ ആത്മാർത്ഥതയും ഭക്തിയോടും കൂടി അല്ലെങ്കിൽ സമർപ്പണത്തോടും കൂടി ചെയ്താൽ വിജയം കൈവരിക്കുന്നതാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് യാത്ര മുടങ്ങുകയോ അല്ലെങ്കിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ധനം വരാൻ വൈകുകയോ ഒക്കെ ചെയ്ത് മനക്ലേശത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. അധ്യാപകർക്കും തിരക്കേടില്ലാത്ത ഒരു ദിവസമാണ്. എന്നാൽ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു. ഉദ്യോഗാർത്ഥികൾക്കും ചില മെമ്മോയോ വാണിങ്ങോ ഒക്കെ മുകളിൽ നിന്ന് ലഭിക്കാനായി സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാത്തിൻ്റെയും പരിഹാരം ഈശ്വര പ്രാർത്ഥനയാണ്. അടുത്തതായി തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം, അല്ലെങ്കിൽ രാശിഫലം പരിശോധിക്കാം. തുലാക്കൂറിലെ നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറിൽ വരുന്ന ആളുകൾക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു അനുഭവമാണ് ഇന്നുണ്ടാകുന്നതെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ വളരെ നാളുകളായി അലട്ടുന്ന ചില രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല സുഹൃത്തുക്കൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നല്ല അന്തരീക്ഷം കാണുന്നു. ദീർഘനാളായി ഉണ്ടായിരിക്കുന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ വൈവാഹിക ക്ലേശങ്ങൾ അതിനൊക്കെ ഒരു ശാന്തി അല്ലെങ്കിൽ വൈവാഹിക ജീവിതം ഒരു ഭാരമായിരിക്കുന്നവർക്ക് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന മോചനത്തിനും ഒക്കെയുള്ള ഒരു നല്ല ദിവസമാണ് ഇന്ന്. തുടർന്ന് സന്തോഷം അനുഭവിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. അടുത്തതായി വൃശ്ചികരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. വിശാഖം നക്ഷത്രക്കാർക്ക് താരതമ്യേന നല്ല ഒരു ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില വൈഷമ്യങ്ങൾ വന്ന് ഭവിച്ചേക്കാം. തൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ആണ് അങ്ങനെ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പൊതുവെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു പ്രകൃതക്കാരാണ് എങ്കിലും ഇന്നത്തെ ദിവസം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ വളരെ പരുഷമായി സംസാരിക്കുകയും അതിൽ നിന്ന് ദോഷങ്ങളുണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക്
കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ബിസിനസ്സുകാർക്ക് അത്ര നല്ല ദിവസമല്ല. എന്നാൽ സാമ്പത്തിക നഷ്ടവുമില്ല, ലാഭവുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇന്നത്തെ ഫലം കാണുന്നത്. അടുത്തതായി ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ഫലം വളരെ അനുകൂലമായിരിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ അവസരമുണ്ടാകും. പുതിയ നല്ല ആളുകളുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യമുണ്ടാകും. എന്നാൽ അമിതമായ സംസാരം മൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. തിരക്ക് മൂലം പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടതായി വരും. എന്നാൽ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും ആരോഗ്യകാര്യങ്ങളും നല്ലവണ്ണം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആഹാര കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. വായു സംബന്ധമായ അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. തലകറക്കം പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിന്ന് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി മകരക്കൂറിലെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ഫലം ഗുണദോഷ സമ്മിശ്രമാണ്, എങ്കിലും ഗുണാധിക്യമാണ്. ഇന്ന് ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും അനായാസേന നടക്കുന്നതായി കാണുന്നു. എന്നാൽ രാഷ്ട്രീയക്കാർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. വിദേശത്ത് പോകുന്ന ആളുകൾക്കും വിദേശത്ത് വസിക്കുന്ന ആളുകൾക്കും അനിഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. എന്നാൽ അതിനെല്ലാം വൈകുന്നേരത്തോടു കൂടി തരണം ചെയ്യുന്നതാണ്. ശുദ്ധമായ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി മുൻപോട്ട് പോവുക, ആത്മസംയമനം പാലിക്കുക. ചില കേസുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിധി വരുന്നതായി കാണുന്നുണ്ട്. അടുത്തതായി കുംഭക്കൂറിലെ രാശിഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് വളരെ നല്ല ഒരു ദിവസമാണ് ഇന്ന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ശാരീരികമായ ചില അസ്വസ്ഥതകൾ അവർക്ക് അനുഭവിക്കാനിടയുണ്ട്. രാഷ്ട്രീയത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി കാണുന്നു. ദീർഘയാത്രയ്ക്ക് പോകുന്നവർക്കും ദൂരയാത്രയ്ക്ക് പോകുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാവർക്കും ഇന്ന് ഒരു നല്ല ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറിൻ്റെ രാശിഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നേ ദിവസം വളരെ ഭാഗ്യദായകമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. സന്തോഷവും സമാധാനവും വന്നു ചേരാം. ഇന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യാപരിക്കാനുള്ള ഒരു ദിവസമാണ്. ബന്ധുസമാഗമം അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളുടെ സഹായ വാഗ്ദാനം, അതേപോലെ തന്നെ ദീർഘയാത്രയ്ക്കുള്ള അനുമതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാവുന്നതാണ്. എന്നാൽ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായ ചില ക്ഷീണം, അസ്വസ്ഥതകളൊക്കെ കാണപ്പെടുന്നു. ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ തിരക്കിലേർപ്പെടാതെ വളരെ ശ്രദ്ധയോടുകൂടി അവനവനെ സ്നേഹിച്ച് ഒന്ന് മുൻപോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ വലിയ സമാധാനമുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ പങ്കാളികൾക്കും വളരെ ആഹ്ലാദമുള്ള ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. രാഷ്ട്രീയക്കാർക്കും അതേപോലെ ബിസിനസ്സുകാർക്കും വളരെ നല്ല ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം വളരെ ഒരു ഗുണദോഷ സമ്മിശ്രമായ അനുഭവമാണെങ്കിലും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് നല്ല രാശിഫലവുമായി നല്ല നാളെയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ കടാക്ഷം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.